KCR ലൈവ് യൂട്യൂബ് വ്ളോഗിന്റെ SSLC സാമൂഹ്യ ശാസ്ത്ര പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിലെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ദ റവല്യൂഷൻസ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന പാഠഭാഗമാണ്. ആ പാഠഭാഗത്തിൽ മുഴുവനും നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നില്ല. ചെറിയൊരു ഭാഗമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും 80 മാർക്കിന്റെ 3 വിഷയങ്ങളാണ് 10ാം ക്ലാസ്സിൽ ഉള്ളത്. 1 സോഷ്യൽ സയൻസ്, 2 മാത്തമാറ്റിക്സ്, 3 ഇംഗ്ലീഷ്. ഈ 80 മാർക്കിന്റെ വിഷയങ്ങളായതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം പ്രാധാന്യമുള്ളതുമാണ്. തീർച്ചയായും അത്യാവശ്യം പ്രാധാന്യം കൊടുത്ത് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് സാമൂഹ്യ ശാസ്ത്രം. മാത്തമാറ്റിക്സ് എന്ന വിഷയം കഴിഞ്ഞാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പഠിച്ചാൽ മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വരുന്ന ഒരു വിഷയമാണ് സാമൂഹ്യ ശാസ്ത്രം. അതിൻ്റെ ഒരു രീതി എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ വിഷയത്തെ സമീപിക്കുന്നതിനോട്, അല്ലെങ്കിൽ ആ സമീപിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ വിഷയം ടഫായിട്ട് തോന്നുന്നത്. നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് അതിന്റെ നോട്ടുകളൊക്കെ തയ്യാറാക്കി വാരി വലിച്ചു പഠിക്കാതെ ആവശ്യമുള്ളത് മാത്രം പഠിച്ചെടുത്താൽ നമുക്ക് സാമൂഹ്യ ശാസ്ത്രം എന്ന് പറഞ്ഞ വിഷയം വളരെ എളുപ്പമാണ്. കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. 10ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം 2 ഭാഗങ്ങളായിട്ടാണ്, പാർട്ട് 1, പാർട്ട് 2. ഇതിൽ 1ാം ഭാഗത്തില് 11 പാഠങ്ങളും 2ാം ഭാഗത്തില് 10 പാഠങ്ങളും അടങ്ങുന്ന ആകെ 21 പാഠങ്ങൾ എന്ന രീതിയിലാണ് പാഠപുസ്തകത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ പ്രധാനമായും 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം. ഇവയാണ് പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങൾ. ലോകത്തെ തന്നെ മാറ്റിമറിച്ച, ലോകത്ത് പിന്നീട് സംഭവിച്ച പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പല വിപ്ലവങ്ങൾക്കും തന്നെ പ്രചോദനമായി തീർന്ന പ്രധാനപ്പെട്ട 5 വിപ്ലവങ്ങൾ, മേജർ റെവല്യൂഷൻസ്. ഈ വിപ്ലവങ്ങളിലേക്കെല്ലാം നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായി എന്താണ് വിപ്ലവം, എന്താണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും, മാറ്റമാണ്, ഒരു സഡൻ ചേഞ്ച് ആണ്. നിലവിലുള്ള എന്തോ ഒരു സാഹചര്യത്തെ മാറ്റിക്കൊണ്ട് പുതിയൊരു സാഹചര്യം നിലവിൽ വരുന്നതിനെയാണ് വിപ്ലവം എന്ന് പറയുക. ചില വിപ്ലവങ്ങൾ സംഭവിക്കാൻ കുറെ സമയമെടുക്കും, ചിലത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഇവിടെ പറഞ്ഞ 5 വിപ്ലവങ്ങളുടെയും ഉറവിട കാരണങ്ങളായി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെല്ലാം എതിരായി ഇവർക്കൊരു പ്രതികരിക്കാൻ ഉള്ളൊരു മനോഭാവം വന്നതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നവോത്ഥാനമാണ്, റിനൈസൻസ്. എന്താണ് നവോത്ഥാനം? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പുത്തൻ കണ്ടെത്തലുകളാണ്, പുതിയ തരമുള്ള അറിവുകൾ ശേഖരിക്കലാണ്. ഒരുപാട് കാരണങ്ങളാണ് നവോത്ഥാന ചിന്തകന്മാരും നവോത്ഥാന കാലഘട്ടത്തിനും ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളത്. വിമർശന ബുദ്ധി, അന്വേഷണ ത്വരത, മാനവികത, ശാസ്ത്രബോധം, ജ്ഞാനോദയം, എൻലൈറ്റ്മെന്റ്, സയന്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഹ്യൂമനിസം, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നതാണ് നവോത്ഥാനം. നവോത്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഏറ്റവും വലിയ ഒരു രൂപമാണ് എൻലൈറ്റ്മെന്റ്, ജ്ഞാനോദയം. ശരിക്ക് ഈ പറഞ്ഞ വിപ്ലവങ്ങൾക്കെല്ലാം പ്രചോദനമായ നല്ല നല്ല ആശയങ്ങൾ കൊടുത്തുകൊണ്ട് ഈ വിപ്ലവങ്ങളെയെല്ലാം നേട്ടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചത് തന്നെ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സും അതുപോലെ ജ്ഞാനോദയ ചിന്താധാരകളുമാണ്. പ്രധാനപ്പെട്ട ജ്ഞാനോദയ ചിന്തകന്മാർ അഥവാ എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് പ്രധാനമായും പ്രചരിപ്പിച്ച 4 ആശയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 ആശയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ 4 ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടോ ആണ് ലോകത്ത് സംഭവിച്ച എല്ലാ വിപ്ലവങ്ങളും. ആ പ്രധാനപ്പെട്ട ജ്ഞാനോദയ ചിന്തകന്മാർ പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫെൻഡ് എന്ന് ഓർക്കുക, FEND, ഫെൻഡ്. ഫെൻഡ് എന്ന് പറഞ്ഞാൽ F ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യം. രണ്ടാമത്തത് E ആണ്, ഈക്വാളിറ്റി, സമത്വം. മൂന്നാമത്തത് N, നാഷണലിസം, ദേശീയത. നാലാമത്തത് D, ഡെമോക്രസി, ജനാധിപത്യം.
അപ്പോൾ സ്വാതന്ത്ര്യം, സമത്വം, ദേശീയത, ജനാധിപത്യം, ഈ 4 ആശയങ്ങളാണ് ലോകത്താകമാനം ജ്ഞാനോദയ ചിന്തകന്മാർ പ്രചരിപ്പിച്ചത്. ഈ 4 ആശയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ 4 ആശയങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടോ ആണ് ലോകത്തുള്ള വിപ്ലവങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ 5 വിപ്ലവങ്ങൾ ഉണ്ടാവാനുള്ള കാരണവും നമ്മൾ ഈ പറഞ്ഞ 4 ആശയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടന്നിട്ടുള്ളതാണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പായി അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണ് അമേരിക്ക. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുതലാളിത്ത രാജ്യമാണ് അമേരിക്ക. സൈനിക ശക്തിയിലും ആയുധ ശേഖരണത്തിലും വിതരണത്തിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലുമെല്ലാം ഇന്ന് ലോകത്തിൽ തന്നെ മികച്ചു നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. ലോകരാജ്യങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിലെന്നും 1-ാം സ്ഥാനം അമേരിക്കക്കാണ്. ഇത്രമാത്രം പ്രത്യേകതയുള്ള അമേരിക്ക ഒരു കാലത്ത് ബ്രിട്ടന്റെ കോളനി ആയിരുന്നു എന്ന് പറയുന്നത് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? സത്യമാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അമേരിക്ക ബ്രിട്ടീഷുകാരുടെ ഒരു കോളനിയായിരുന്നു. അതിന്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനം സഹിക്കാൻ കഴിയാതെ അവിടെയുള്ള ഒരു പറ്റം ബ്രിട്ടീഷുകാർ മേഫ്ലർ എന്ന കപ്പലിൽ കയറി അമേരിക്കയിലേക്ക് എത്തുന്നു. അവർ കുടിയേറി വന്നുവെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ അമേരിക്കയിലെത്തിയ ഇവർ അറിയപ്പെട്ടിരുന്ന പേര് തീർത്ഥാടക പിതാക്കന്മാരെന്നാണ്. ഓർക്കുക, തീർത്ഥാടക പിതാക്കന്മാർ, പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ്. ഇങ്ങനെ അമേരിക്കയിലെത്തിയ ഇവർ അമേരിക്കയിൽ കോളനികൾ സ്ഥാപിക്കുന്നു. അങ്ങനെ സ്ഥാപിച്ച 13 കോളനികളുടെ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 13 കോളനികളുടെ പേരുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ പേരുകൾ ഓരോന്നായിട്ട് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. എനിക്കത് പറയാൻ പാകത്തിന് ഞാനൊരു രസകരമായ കഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ അത് ഫോളോ ചെയ്യുക. അതിൻ്റെ അവസാനം ഞാൻ ആ പ്രധാനപ്പെട്ട കോളനികളുടെ പേരുകളും കൂടി പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. ന്യൂയോർക്കിലെ മസാലക്കടയിൽ ജോലി ചെയ്തിരുന്ന കരളിന്റെ കരളായ മേരിയും ജോർജും ഭയങ്കര കണക്ഷനായിരുന്നു. ഒരിക്കൽ വൈറലോട് വൈറലായ പുതിയ ജേഴ്സി വാങ്ങാൻ വേണ്ടി പെൻസില് കൊണ്ടുണ്ടാക്കിയ വാനിൽ ഐലൻഡ് റോഡിലൂടെ ഹമ്പും ചാടി യാത്രയായി. ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ന്യൂയോർക്കിലെ മസാലക്കടയിൽ ജോലി ചെയ്തിരുന്ന കരളിന്റെ കരളായ മേരിയും ജോർജും ഭയങ്കര കണക്ഷനായിരുന്നു. ഒരിക്കൽ വൈറലോട് വൈറലായ പുതിയ ജേഴ്സി വാങ്ങാൻ വേണ്ടി പെൻസില് കൊണ്ടുണ്ടാക്കിയ വാനിൽ ഐലൻഡ് റോഡിലൂടെ ഹമ്പും ചാടി യാത്രയായി. ഇനി നമുക്ക് ആ കോളനികൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക. ന്യൂയോർക്കിലെ മസാലക്കടയിൽ, ന്യൂയോർക്ക് 1-ാമത്തെ കോളനി. മസാലക്കടയിൽ, മസാച്യുസെറ്റ്സ് 2-ാമത്തെ കോളനി. മസാലക്കടയിൽ ജോലി ചെയ്തിരുന്ന കരളിന്റെ കരളായ, 2 കരളാണ്, നോർത്ത് കരോളിന, സൗത്ത് കരോളിന. അപ്പോൾ ശ്രദ്ധിക്കുക, കരളിന്റെ കരളായ മേരിയും ജോർജും. ഇപ്പൊ കരളിന്റെ കരളാണെന്ന് കിട്ടി. ഇനി ആരൊക്കെയാണ് മേരിയും ജോർജും? മേരിലാൻഡ്, ജോർജിയ. ഭയങ്കര കണക്ഷനായിരുന്നു, കണക്റ്റിക്കട്ട്. ഒരിക്കൽ വൈറലോട് വൈറലായ, വൈറലോട് വൈറൽ, ഫേമസ് ആവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈറലോട് വൈറലായ വിർജീനിയ, ഡെലാവയർ 2 വൈറലോട് വൈറലായ പുതിയ ജേഴ്സി വാങ്ങാൻ വേണ്ടി ന്യൂ ജേഴ്സി മറ്റൊരു കോളനിയാണ്.
പെൻസിൽ കൊണ്ടുണ്ടാക്കിയ വാനിൽ, പെൻസിൽവാനിയ മറ്റൊരു കോളനിയാണ്. ഐലൻഡ് റോഡിലൂടെ, റോഡ് ഐലൻഡ് മറ്റൊരു കോളനിയാണ്. ഹമ്പും ചാടി യാത്രയായി, ന്യൂ ഹംഷെയർ. ശ്രദ്ധിക്കുക, ഇത്രയാണ് 13 കോളനികൾ. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ സ്ഥാപിച്ച പ്രധാനപ്പെട്ട 13 കോളനികളാണ് നമ്മൾ പറഞ്ഞത്. രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾക്കിത് മുഴുവനായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറില്ല. എങ്കിലും ഒരു 2-3 കോളനികളുടെ പേരുകൾ നിങ്ങൾക്ക് പഠിച്ചിരിക്കാം. കാരണം എസ്എ പോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, അതിലെടുത്ത് പ്രയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ്, ഒരു മുദ്രാവാക്യമാണ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അമേരിക്കയിൽ ആകമാനം മുഴങ്ങിക്കേട്ടൊരു മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ടാക്സ് വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ആ ഒരു മുദ്രാവാക്യത്തിൽ ഒരുപാട് ഘടകങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അമേരിക്കക്കാരുടെ യഥാർത്ഥമായ വികാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ലോകപ്രശസ്ത ചിന്തകനായ ജെയിംസ് ഓട്ടിസന്റെ മുദ്രാവാക്യമാണ് ടാക്സ് വിത്തൗട്ട് റെപ്രസെന്റേഷൻ. മനുഷ്യർക്ക് അവകാശമില്ല, ഭരണതലങ്ങളിൽ ചുമതലയില്ല, അധികാരങ്ങൾ നിറവേറ്റാനുള്ള അധികാരമില്ല, ജീവിക്കാനുള്ള അവകാശമില്ല, തുടങ്ങി എല്ലാത്തരം അവകാശങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ ഭരിച്ചിരുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് അമേരിക്കയിലെ വിഭവങ്ങൾ അത്രയും കൈയടക്കുക എന്നുള്ളതായിരുന്നു. ഈ വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടി ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാത്തരം അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഒരുപാട് അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയായവരാണ് അമേരിക്കൻ കോളനിക്കാർ. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ട് മാത്രമാണ് അമേരിക്കൻ കോളനിക്കാരെ ഇവർ പരിഗണിച്ചത്. ഇതിനെല്ലാം പുറമെ ഇവർക്ക് ഇവരുടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ അത്രയും അമേരിക്കൻ കോളനികളിൽ നിന്ന് കൈയടക്കി അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് വ്യാപാരികൾ അമേരിക്കയിൽ ഒരുപാട് വ്യാപാര നിയമങ്ങൾ നടപ്പിലാക്കി. ആ നിയമങ്ങളാണ് പിന്നീട് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈ പാഠഭാഗത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. എന്താണ് മെർക്കന്റലിസ്റ്റ് നിയമം? ശ്രദ്ധിക്കുക, മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് വ്യാപാരികൾ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വ്യാപാര നിയമങ്ങളെയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങളെന്ന് പറയപ്പെടുന്നത്. ഇതൊക്കെ കൃത്യമായും കാണിക്കുന്നത് ഏതെല്ലാം രീതിയിൽ അമേരിക്കക്കാരെ ഇവർ ചൂഷണം ചെയ്തു എന്നതാണ്. നമുക്ക് പ്രധാനപ്പെട്ട ആ 5 മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, വ്യാപാര നിയമങ്ങളൊന്ന് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തുറന്നു വെക്കുക. വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ 90% ചോദിക്കാൻ സാധ്യതയുള്ള, ഈ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. പാഠപുസ്തകത്തിൽ പ്രധാനമായും 5 വ്യാപാര നിയമങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത് പറയുന്നു, അമേരിക്കൻ കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമായിരിക്കും. ഒന്നാമത്തെ വ്യാപാര നിയമം, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമായിരിക്കണം. അപ്പോൾ എന്തിനും അവിടെ ബ്രിട്ടീഷ് കപ്പലുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ചുരുക്കം. ഇതാണ് ഷിപ്പ് ആക്ട് എന്ന് പറയുന്നത്. മറ്റൊരു വ്യാപാര നിയമമാണ് മെർക്കന്റലിസ്റ്റ് നിയമമാണ്. അമേരിക്കൻ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തി, പഞ്ചസാര, പുകയില, കമ്പിളി എന്നിവ ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മറ്റൊരു വ്യാപാര നിയമം, അമേരിക്കൻ കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തി, പഞ്ചസാര, പുകയില, കമ്പിളി
എന്നിവ ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. വേറെ ഒരു രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ട് ഇല്ല. ഓൺലി എക്സ്പോർട്ട് ടു ബ്രിട്ടൻ. മൂന്നാമത്തെ വ്യാപാര നിയമമാണ് അമേരിക്കൻ കോളനികളിലെ വർത്തമാന പത്രങ്ങൾ, ലേഖനങ്ങൾ, ലൈസൻസുകൾ എന്നിവയിലെല്ലാം ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. ബ്രിട്ടീഷുകാരുടെ മറ്റൊരു തന്ത്രമാണ്. ഏത് തരത്തിലുള്ള വർത്തമാന പത്രങ്ങളായിക്കോട്ടെ, ലൈസൻസുകളായിക്കോട്ടെ, ആധാരങ്ങളായിക്കോട്ടെ, ഏത് രീതിയിലുള്ള ആധാരങ്ങളായാലും അതിലെല്ലാം ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അതറിയപ്പെടുന്നതാണ് സ്റ്റാമ്പ് ആക്ട്. മറ്റൊരു വ്യാപാര നിയമമാണ് അമേരിക്കൻ കോളനികളിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും താമസ സൗകര്യങ്ങളും ഭക്ഷണവുമെല്ലാം അമേരിക്കൻ കോളനിക്കാർ തന്നെ ഒരുക്കി കൊടുക്കണം. അത് ചുരുക്കി പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിനുള്ള എല്ലാ ചെലവുകളും ആര് തന്നെ വഹിക്കണം? അമേരിക്കൻ കോളനിക്കാർ തന്നെ വഹിക്കണം. അഞ്ചാമത്തെ വ്യാപാര നിയമങ്ങളാണ് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 5 വ്യാപാര നിയമങ്ങൾ. ഒന്നുകൂടി വളരെ പെട്ടെന്ന് പറയാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ബ്രിട്ടീഷ് കപ്പലിൽ മാത്രമായിരിക്കണം. അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തി, പഞ്ചസാര, പുകയില, കമ്പിളി എന്നിവ ബ്രിട്ടനിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അമേരിക്കൻ കോളനികളിലെ വർത്തമാന പത്രങ്ങൾ, ലേഖനങ്ങൾ, ലൈസൻസുകൾ എന്നിവയിലെല്ലാം ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. അമേരിക്കൻ കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ എല്ലാ ചെലവുകളും അമേരിക്കൻ കോളനിക്കാർ തന്നെ വഹിക്കണം. അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കവും നൽകണം. ഇതാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഈ മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ് മാതൃരാജ്യമായ ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് വ്യാപാരികൾ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയത്. അമേരിക്കൻ കോളനികളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഓരോ വഴികളാണ് കണ്ടെത്തിയത്. വിഭവ ചൂഷണം, മനുഷ്യാവകാശ ലംഘനം, വ്യാപാര നിയമങ്ങൾ നടപ്പിലാക്കൽ, അതുപോലെ പരമാധികാരം നൽകാത്ത അവസ്ഥ. ഈ രീതിയിലെല്ലാം ഏതെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ അടിച്ചമർത്താൻ സാധിക്കുന്നുവോ ആ രീതിയെല്ലാം ബ്രിട്ടീഷുകാർ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പിന്നീട് ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുന്നതാണ്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ജ്ഞാനോദയ ചിന്തകന്മാർ, എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ്, ലോകം തന്നെ മാതൃകയാക്കിയിട്ടുള്ള ഒരുപാട് ചിന്തകന്മാരെ നമുക്കറിയാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നല്ല നല്ല ആശയങ്ങൾ നൽകിക്കൊണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പോരാളികൾക്ക് പ്രചോദനം നൽകിയ 2 ചിന്തകരാണ് ജോൺ ലോക്കും തോമസ് പെയിൻ. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ അമേരിക്കൻ ജനങ്ങളെ പോരാടാൻ പ്രേരിപ്പിച്ച 2 ചിന്തകന്മാരാണ് ജോൺ ലോക്കും തോമസ് പെയിനും. ഈ പാഠപുസ്തകത്തിൽ അവരുടെ പ്രധാനപ്പെട്ട വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ആ വാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അമേരിക്കൻ ജനത പോരാടിയത്. ജോൺ ലോക്കിന്റെ പ്രധാനപ്പെട്ട ആശയമാണ്, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഇല്ലാതാക്കാൻ ഒരു വിദേശ ശക്തിക്കും അവകാശമില്ല. ശ്രദ്ധിക്കുക, മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഇല്ലാതാക്കാൻ ഒരു വിദേശ ശക്തിക്കും അവകാശമില്ല. വിദേശ ശക്തി എന്നിവിടെ ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരെയാണ്. തോമസ് പെയിന്റെ പ്രശസ്തമായ ആശയമാണ്, ഒരു വിദേശ ശക്തിക്കും ഈ വൻകരയെ കീഴ്പ്പെടുത്തി ഭരിക്കുക എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ലോകത്തിലെ ഏതൊരു വിദേശ ശക്തിക്കും ഈ വൻകരയെ, അതായത് അമേരിക്കൻ വൻകരയെ കീഴടക്കി ഭരിക്കുക എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. വിദേശ വൻകര അല്ലെങ്കിൽ വിദേശ ശക്തി എന്ന് ഉദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജോൺ ലോക്ക്, തോമസ് പെയിൻ, ഇവർ 2 ചിന്തകരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നല്ല നല്ല ആശയങ്ങൾ കൊടുത്തുകൊണ്ട് അമേരിക്കൻ കോളനിക്കാരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ
സഹായിച്ചത്. അവരുടെ വാക്കുകൾ, ആശയങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജോൺ ലോക്കിന്റെ പ്രധാനപ്പെട്ട ആശയമാണ് മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഇല്ലാതാക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും അവകാശമില്ല. തോമസ് പെയിന്റെ പ്രശസ്തമായ ഒരു ആശയമാണ്, വാക്യമാണ്, ഏതൊരു വിദേശ ശക്തിക്കും ഈ വൻകരയെ, അമേരിക്കൻ വൻകരയെ കീഴടക്കി ഭരിക്കുക എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള അമേരിക്കൻ കോളനിക്കാരുടെ ചുവടുവെപ്പ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ സമരത്തിന്റെ മുഖം മാറുന്നതാണ്. ഇതിന്റെ പ്രാരംഭം എന്നോണം പറയുന്നു 1773 ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? നമ്മൾ നേരത്തെ വ്യാപാര നിയമങ്ങൾ പഠിച്ചു. വ്യാപാര നിയമങ്ങളിൽ അവസാനത്തെ വ്യാപാര നിയമം ഒന്ന് ഓർത്തെടുക്കുക. അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം, അഥവാ ഇമ്പോർട്ട് ടാക്സ്. ശ്രദ്ധിക്കണം നിങ്ങൾ, ബ്രിട്ടനിൽ നിന്നും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരികയാണ്. ആരാണ് കൊണ്ടുവരുന്നത്? ബ്രിട്ടീഷുകാർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്നതിന് ആര് ഇറക്കുമതി ചുങ്കം നൽകണം? അമേരിക്കക്കാർ ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടനിൽ നിന്നും വന്ന് അമേരിക്കയുടെ ബോസ്റ്റൺ തീരത്ത് നിർത്തിയിട്ടിരുന്ന കപ്പലിൽ കയറി ഏകദേശം 342 പെട്ടി തേയിലപ്പെട്ടികളെടുത്ത് എന്താക്കുന്നു? കടലിലേക്ക് എറിയുന്നു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും പ്രേരകമായ ഘടകമെന്ന് പറയുന്നത് വ്യാപാര നിയമങ്ങളാണ്. കാരണം തേയിലയുടെ മേൽ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കമാണ് ഇതിനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബോസ്റ്റൺ തീരത്ത് നിർത്തിയിട്ടിരുന്ന ബ്രിട്ടീഷ് കപ്പലിൽ കയറി ഏകദേശം 342 പെട്ടി തേയില എടുത്ത് ഇവരെന്താക്കുന്നു? കടലിലേക്ക് എറിയുന്നു. ഈ സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെ നമ്മൾ കാണുകയാണ്, അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ മുറുകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തുടർന്നുള്ള ഒരു സംഭവമാണ് 1774 അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ വെച്ച് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നു. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനം? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അമേരിക്കയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തത്വം. അങ്ങനെ 1774 അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ വെച്ചുകൊണ്ട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുന്നു. ഈ കോണ്ടിനെന്റൽ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഒരു സുപ്രധാന തീരുമാനം ഇവരെടുത്തു. ആ തീരുമാനം ഇതാണ്: നിലവിലുള്ള വ്യാപാര നിയമങ്ങൾ പിൻവലിക്കണം, ബ്രിട്ടീഷുകാരുടെ എല്ലാ നിയമങ്ങളും ചൂഷണങ്ങളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടനിലെ രാജാവിന് ഒരു നിവേദനം അയക്കുന്നു. ശ്രദ്ധിക്കണം, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രിട്ടനിലെ രാജാവിന് വ്യാപാര നിയമങ്ങളും മറ്റു നിയമങ്ങളും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം അയക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ചിന്തിച്ചു, രാജാവിന് നിവേദനം കിട്ടേണ്ട താമസം രാജാവ് എന്താക്കി? ആ നിവേദനം സ്വീകരിച്ചു, അമേരിക്കക്കാരുടെ എല്ലാ ആവശ്യങ്ങളെയും നടത്തി കൊടുത്തു. ആണോ? അല്ല. ഈ നിവേദനം, ഈ പെറ്റീഷൻ കിട്ടേണ്ട അതേ സമയം ഈ രാജാവ് എന്താണ് ചെയ്തത്? ഒരുപാട് സൈന്യത്തെ അമേരിക്കയിലേക്ക് അയച്ചുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ, അമേരിക്കൻ കോളനിക്കാരെ എന്താക്കുകയാണ്? പിന്നെയും അടിച്ചമർത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. അതോടുകൂടി ശരിക്കും യുദ്ധത്തിന്റെ മുഖം മാറി. യുദ്ധം ശക്തി പ്രാപിച്ചു. അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധം ശക്തി പ്രാപിക്കുന്നു. ഇതിനെ തുടർന്ന് 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ജോർജ് വാഷിംഗ്ടണിനെ നേതാവായിട്ട് തിരഞ്ഞെടുക്കും. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവായി, ഇവർക്ക് മുന്നിൽ നിന്ന് പൊരുതാനുള്ള ഒരു നേതാവായി ജോർജ് വാഷിംഗ്ടണിനെ തിരഞ്ഞെടുക്കുന്നു. 1776 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ജെയിംസ് മാഡിസൺ അല്ല, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും
തോമസ് ജെഫേഴ്സണും ചേർന്നുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒരുപാട് ആശയങ്ങളാണുള്ളത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അമേരിക്കയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശയം. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. മനുഷ്യന് അവകാശങ്ങൾ നൽകണം, ജനാധിപത്യ ഭരണം നൽകണം, അവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ജീവിക്കാനുള്ള അവകാശം നൽകണം തുടങ്ങിയ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ രണ്ടുപേരുടെ പേരുകൾ ഓർത്തു വെക്കുക: ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും. തുടർന്ന് 1781 ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടിയിൽ വെച്ചുകൊണ്ട് അമേരിക്കയുടെ 13 കോളനികളുടെയും സ്വാതന്ത്ര്യത്തെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. വർഷം നോട്ട് ചെയ്യുക. 1783 ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ 13 കോളനികളുടെയും സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചത്. അങ്ങനെ അമേരിക്കക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം വേണ്ടതൊരു ഭരണഘടനയായിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ശക്തമായ ഭരണഘടന എഴുതിയുണ്ടാക്കി ജെയിംസ് മാഡിസൺ. അപ്പം ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കിയത്. അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ നിയമിതനാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊരു ടൈം ലൈൻ രൂപത്തിൽ ഓർക്കാം. പെട്ടെന്ന് സംഭവങ്ങളെ നമുക്ക് ഓർമ്മയിൽ വരാൻ വേണ്ടി ഒരു ടൈം ലൈൻ രൂപത്തിൽ ഓർക്കാം. വർഷങ്ങളും സംഭവങ്ങളും ശ്രദ്ധിക്കുക. 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രിട്ടനിലെ രാജാവിന് വ്യാപാര നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം അയക്കുന്നത്. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ജോർജ് വാഷിംഗ്ടണിനെ നേതാവായിട്ട് തെരഞ്ഞെടുക്കുന്നത്. 1776 മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വേണ്ടി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. 1781 ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടിയിൽ വെച്ചുകൊണ്ട് അമേരിക്കയുടെ 13 കോളനികളുടെയും സ്വാതന്ത്ര്യത്തെ ബ്രിട്ടീഷുകാർ അംഗീകരിച്ചു. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലമെന്ന് പറയുന്നത്. മറ്റൊരു ഭാഗമാണ് അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നല്ല രീതിയിൽ അവസാനിച്ചു. ഏകദേശം ബ്രിട്ടീഷുകാരൊക്കെ അമേരിക്ക വിട്ടുപോയി. ഒരുപാട് വർഷങ്ങളുള്ള അമേരിക്കയുടെ ആഗ്രഹങ്ങൾ നിറവേറി. എന്നിരുന്നാലും പാഠഭാഗത്തിന്റെ ഈ ഭാഗത്തിന്റെ അവസാനത്തിൽ ഒരു ചെറിയ ചോദ്യമുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം? അങ്ങനെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു, നല്ല രീതിയിൽ അവസാനിച്ചു. അങ്ങനെ സംഘടിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും ഒരുമിച്ച് സംഘടിച്ചുകൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ അമേരിക്കയുടെ 13 കോളനികളുടെയും സ്വാതന്ത്ര്യത്തെ നേടിയെടുത്തു. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതുകൊണ്ട് ലോകത്തിന് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടായത്? ശ്രദ്ധിക്കുക. ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. നമ്പർ 1 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അനന്തരഫലങ്ങളാണ്, ആഫ്റ്റർ ഇമ്പാക്റ്റ് ആണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാക്കി ജെയിംസ് മാഡിസൺ. നേരത്തെ പറഞ്ഞല്ലോ. മറ്റൊരു അനന്തരഫലമാണ്, ആഫ്റ്റർ ഇമ്പാക്റ്റ് ആണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം അവതരിപ്പിച്ചു. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം അവതരിപ്പിച്ചു. മറ്റൊരു അനന്തരഫലമാണ്, പിൽക്കാല വിപ്ലവങ്ങൾക്കും സമരങ്ങൾക്കും പ്രചോദനം നൽകി.
പിന്നീട് വന്ന വിപ്ലവങ്ങൾക്കെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ മാതൃകയാക്കി എന്നാണ് പറയുന്നത്. മറ്റൊരു പോയിന്റാണ്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി. മനുഷ്യന്റെ അവകാശങ്ങളാണ് ഏറ്റവും വലുത്, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന വിപ്ലവമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. മറ്റൊരു പ്രധാനപ്പെട്ട അനന്തരഫലമാണ് ഫെഡറൽ സംവിധാനം നടപ്പിലാക്കി. സംസ്ഥാനങ്ങൾക്കെല്ലാം അധികാരം വിഭജിച്ചു നൽകുന്ന ഫെഡറൽ സംവിധാനം എന്ന ആശയം നടപ്പിലാക്കിയത് അമേരിക്കയിലാണ്. ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തരഫലങ്ങൾ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. പിൽക്കാല വിപ്ലവങ്ങൾക്കും സ്വാതന്ത്ര്യ സമരങ്ങൾക്കും പ്രചോദനം നൽകി. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. ആദ്യ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം അവതരിപ്പിച്ചു. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി. ഫെഡറൽ സംവിധാനം നടപ്പിലാക്കി. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാഠഭാഗമാണ് നമ്മൾ ഇത്ര നേരം ചർച്ച ചെയ്തത്. അധികമൊന്നും പഠിക്കാനുള്ള, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പ്രധാനപ്പെട്ട ഒരു 4 ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉത്തരങ്ങളായിട്ട് കണ്ടെത്തേണ്ടത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വിദ്യാർത്ഥികൾ ഇനി ചെയ്യേണ്ടത്, ഞാൻ തരുന്ന ചോദ്യങ്ങളൊന്ന് എഴുതി വെക്കുക, അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തുക. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ജ്ഞാനോദയ ചിന്തകന്മാർ പ്രചരിപ്പിച്ച പ്രധാന ആശയങ്ങൾ എന്തെല്ലാം? ആദ്യം നമ്മൾ പറഞ്ഞു, ജ്ഞാനോദയ ചിന്തകന്മാർ പ്രചരിപ്പിച്ച പ്രധാന ആശയങ്ങൾ എന്തെല്ലാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അമേരിക്കയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കോളനികൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നമ്മളത് അവിടെ വിടുകയാണ്. നമ്മളിനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്നാൽ എന്ത്? ഏതൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ? ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്നാൽ എന്ത്? ഏതൊക്കെയാണ് വ്യാപാര നിയമങ്ങൾ അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ? മൂന്നാമത്തെ ചോദ്യം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ ആരെല്ലാം? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാന ചിന്തകന്മാർ ആരെല്ലാം? ജോൺ ലോക്ക് ഉണ്ട്, തോമസ് പെയിൻ ഉണ്ട്, ജോർജ് വാഷിംഗ്ടൺ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങളും എഴുതാം. ജെയിംസ് ഓട്ടിസന്റെ പേര് മറന്നു പോകരുത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു ചോദ്യമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടൈം ലൈൻ നിർമ്മിക്കുക. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ടൈം ലൈൻ നിർമ്മിക്കുക. വർഷങ്ങൾ കൃത്യമായി ഓർക്കുക. 1773, 1774, 1775, 1776, 1781, 1783. ഈ വർഷങ്ങളും അതിൻ്റെ സംഭവങ്ങളും ഒന്ന് എഴുതി വെക്കുക. മറ്റൊരു ചോദ്യമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനന്തര ഫലങ്ങൾ എന്തെല്ലാം? പാഠപുസ്തകത്തിന്റെ അവസാനത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.